ഹലോ എവരി വൺ, വെൽക്കം ടു ക്ലോവർ ടീച്ചേഴ്സ്. ഇന്ന് നമുക്ക് ഏക് ആശീർവാദ് എന്ന കവിതയുടെ സമ്മറി മനസ്സിലാക്കാം. കവി ദുഷ്യന്ത് കുമാർ എഴുതിയ ഏക് ആശീർവാദ്, ഒരു അനുഗ്രഹം, ഒരു ബ്ലെസ്സിങ്. ജാ തേരെ സ്വപ്ന ബഡേ ഹോ, ഭാവന की गोद से उतरकर जल्द पृथ्वी पर चलना सीखे. चांद तारों सी अप्राप्य सच्चाइयों के लिए रूठना मचलना सीखे. हंसे मुस्कुराए गाए हर दिए की रोशनी देखकर ललचाए. उंगली जलाए अपने पावों पर खड़े हो, जा तेरे സ്വപ്ന ബഡേ ഹോ. കവി ഒരു കുഞ്ഞിനോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ഓരോരുത്തരോടും പറയുകയാണ്, അനുഗ്രഹിക്കുകയാണ്. പോകൂ, ജാ, പോകൂ. തേരെ സ്വപ്ന ബഡേ ഹോ, സ്നേഹത്തോടെ ആശീർവദിക്കുകയാണ്. തേരെ സ്വപ്ന ബഡേ ഹോ, നിൻ്റെ സ്വപ്നം വലുതാകട്ടെ, നിൻ്റെ സ്വപ്നങ്ങൾ വലുതാകട്ടെ. സ്വപ്നം എന്ന് പറഞ്ഞാൽ സ്വപ്ന, ഡ്രീംസ്, നിൻ്റെ സ്വപ്നങ്ങൾ വലുതാകട്ടെ. ഭാവനാക്കി ഗോദ് സേ ഉത്തർക്കർ, ഭാവനയാകുന്ന മടിത്തട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഉത്തർക്കർ ഇറങ്ങിയിട്ട്, ഗോദ് എന്ന് പറഞ്ഞാൽ മടിത്തട്ട്. ജൽദ് പൃഥ്വി പർ ചലന സീക്കെ, പെട്ടെന്ന് തന്നെ ഭൂമിയിൽ നടക്കാൻ പഠിക്കൂ. പൃഥ്വി എന്ന് പറഞ്ഞാൽ ഭൂമി, ചലന സീക്കെ, നടക്കാൻ പഠിക്കൂ. ഇവിടെ കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? കവി സ്നേഹത്തോടെ ആശീർവദിക്കുകയാണ്. നീ ഉയരങ്ങളിൽ എത്തിച്ചേരണമെങ്കിൽ നിൻ്റെ സ്വപ്നങ്ങൾ വലുതായിരിക്കണം. ഭാവനയാകുന്ന മടിത്തട്ടിൽ നിന്ന്, അതായത് സ്വപ്ന ലോകത്ത് നിന്ന് ഇറങ്ങിയിട്ട് വാസ്തവിക ലോകത്തിൽ, യഥാർത്ഥ ലോകത്തിൽ ജീവിക്കാൻ പഠിക്കൂ എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. അതായത് സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കാതെ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കൂ. ഗോദ് സേ ഉത്തർക്കർ പൃഥ്വി പർ ചലന സീക്കെ. ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ മടിത്തട്ടിൽ സുരക്ഷിതമായിരിക്കുന്നു അല്ലേ? അവിടെ നിന്ന് അത് ഇറങ്ങി ഭൂമിയിൽ നടക്കാൻ പഠിക്കുന്നത് പോലെ, ഭൂമിയിൽ പിച്ച വെച്ച് നടക്കാൻ പഠിക്കുന്നത് പോലെ നമ്മളും ലക്ഷ്യങ്ങളെ മനസ്സിൽ ഒതുക്കി വയ്ക്കാതെ, വെറും ഇമോഷൻസ് മാത്രമാകാതെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കൂ എന്നാണ് കവി പറയുന്നത്. കുഞ്ഞ് മടിത്തട്ടിലിരിക്കുന്നതിനോട് ഉപമിച്ചിരിക്കുകയാണ് ലക്ഷ്യങ്ങൾ മനസ്സിൽ ഒതുക്കി വച്ചിരിക്കുന്നതിന്, അല്ലെങ്കിൽ സ്വപ്ന ലോകത്ത് ജീവിക്കുന്നതിന്. പിന്നെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായി മെല്ലെ മെല്ലെ അധ്വാനിക്കുന്നത്, അത് കുഞ്ഞ് ഭൂമിയിലേക്കിറങ്ങി, ഈ മണ്ണിലേക്കിറങ്ങി പിച്ച വയ്ക്കുന്നതുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. चांद तारों सी अप्राप्य सच्चाइयों के लिए रूठना मचलना सीखे. ചാന്ത് താരോസി, ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പോലെയുള്ള അപ്രാപ്യമായിട്ടുള്ള സച്ചായിയോ കേലിയെ, സത്യങ്ങൾക്ക് വേണ്ടിയിട്ട് റൂട്ടന മച്ചലന സീക്കെ, പിണങ്ങാനും ഷട്ടിക്കാനും പഠിക്കൂ. അപ്രാപ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജോ പ്രാപ്ത് നാഹോ, ലഭിക്കാത്ത, നമുക്ക് നേടാൻ കഴിയാത്ത. മച്ചലന ഹട്ട് കർണ, അതായത് വാശി പിടിക്കുക. ചാന്ത് താരോസി അപ്രാപ്യ സച്ചായിയോ കേലിയെ, നമ്മുടെ ലക്ഷ്യങ്ങൾ ചിലപ്പോൾ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പോലെ ഒരുപാട് അകലത്തിലാണെന്ന് നമുക്ക് തോന്നും. അവിടെ എത്തിച്ചേരണമെങ്കിൽ ഒരുപാട് അധ്വാനിക്കണമെന്ന് നമുക്ക് തോന്നും. എങ്കിലും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായി നമ്മൾ വീണ്ടും വീണ്ടും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് പിണങ്ങുകയും പിന്നെ ഷട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. ഞാനത് നേടിയെടുക്കും എന്ന് തന്നെ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. ഏത് പരിതസ്ഥിതിയെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണിവിടെ റൂട്ടന മച്ചലന സീക്കെ എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്വയം പര്യാപ്തമാകണം, സെൽഫ് ഡിപ്പെൻഡൻ്റ് ആകണം. ഭാവാർथ, कवि सपनों से संबोधित होकर कहता है, तेरे सपने ऊंचे और महान हो, लेकिन वे सिर्फ कल्पनाओं और भावनाओं की गोद में पलने वाले ना रहे. अब समय है कि वे ज़मीन पर उतरे, धरातल पर चलना सीखे. सपनों को केवल आकाश में उड़ते रहना नहीं, बल्कि सच्चाई की ज़मीन पर चलना भी आना चाहिए. वे चांद सितारों जैसी दूर दूर की असंभव लगने वाली सच्चाइयों के लिए रूठना मचलना यानी संघर्ष करना भी सीखें. यानी अपने सपनों को पाने के लिए भावुकता से आगे बढ़कर संघर्ष, प्रयास और जिद की भी ज़रूरत है. संक्षेप में कवि यह कहता है कि सपने बड़े और ऊंचे हों, लेकिन वे केवल कल्पना न बने रहे. उन्हें साकार करने के लिए धरातल पर
संघर्ष करना ज़रूरी है. सपनों को केवल देखा नहीं जाता, उन्हें जिया और पाया भी जाता है. और इसके लिए मेहनत, धैर्य और ज़िद चाहिए. हंसे, मुस्कराए, गाए, हर दिए की रोशनी देखकर ललचाए. उंगली जलाए, अपने पाँवों पर खड़े हो, जा तेरे स्वप्न बड़े हो. ഹസേ, ചിരിക്കൂ, മുസ്കുരായെ, പുഞ്ചിരിക്കൂ, ഗായെ, പാടൂ. എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? എപ്പോഴും സന്തോഷമായിരിക്കണം. എന്ത് കഷ്ടപ്പാടുകൾ വന്നാലും എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മളെപ്പോഴും സന്തോഷമായിരിക്കണം, പോസിറ്റീവായിരിക്കണം. അതേപോലെ മറ്റുള്ളവരിലേക്കും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണം. हर दिए की रोशनी देखकर ललचाए, उंगली जलाए, अपने पाँवों पर खड़े हो, जा तेरे स्वप्न बड़े हो. ഹർ, ഓരോ, ദിയേക്ക് രോഷ്നി, ദീപത്തിൻ്റെ വെളിച്ചം. ദിയ എന്ന് പറഞ്ഞാൽ ദീപം, വിളക്ക്. രോഷ്നി, പ്രകാശം. ദേക്കർ, കണ്ടിട്ട്. ലൽച്ചായെ, അതായത് നമ്മൾ അത് നേടണമെന്നുള്ള അതിയായ ആഗ്രഹം വേണം. അതെനിക്ക് നേടിയെടുക്കണം എന്ന ആഗ്രഹം വേണം. ഉംഗലി ജലായെ, ഉംഗലി ജലായ, വിരൽ പൊള്ളിക്കണം. പക്ഷെ കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? ദീപം എന്നുദ്ദേശിക്കുന്നത് അറിവും പ്രതീക്ഷയുമാണ്. ദിയയുടെ വെളിച്ചം നിന്നെ ആകർഷിക്കട്ടെ എന്നാണ് കവി പറയുന്നത്. ദിയ, ദീപത്തിൻ്റെ വെളിച്ചം നിന്നെ ആകർഷിക്കട്ടെ. അതായത് അറിവ് നിന്നെ ആകർഷിക്കട്ടെ, ജ്ഞാനം നിന്നെ ആകർഷിക്കട്ടെ. എവിടെയെങ്കിലും അറിവ് നേടാനുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അത് നേടിയെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ വെളിച്ചത്തെ തൊടാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ വിരലുകൾക്ക് പൊള്ളലേൽക്കും. ഉംഗലി ജലായെ, നമ്മൾ വിളക്കിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ, ആ പ്രകാശത്തെ തൊടാൻ ശ്രമിക്കുകയാണെങ്കിൽ വിരലുകൾക്ക് പൊള്ളലേൽക്കും. അതായത് ഓരോരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുമ്പോഴും ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കും, കഠിനമായിട്ട് അധ്വാനിക്കേണ്ടതായിട്ട് വരും, വിഷമങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അല്ലേ? നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഒരുപാട് വിഷമങ്ങൾ നേരിടേണ്ടതായിട്ട് ചിലപ്പോൾ വരും. ഉംഗലി ജലായ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെറ്റിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. പ്രകാശത്തെ തൊടണമെങ്കിൽ കൈവിരലുകൾക്ക് പൊള്ളലേൽക്കും. അതേപോലെ നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മൾ സഫലമാകണമെങ്കിൽ, സ്വപ്നങ്ങളിൽ എത്തിച്ചേരണമെങ്കിൽ ചിലപ്പോൾ വേദനകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഓരോരോ കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്നെ പാവോं पर खड़े हो, जा तेरे സ്വപ്ന बड़े हो. അപ്നെ പാവോं पर खड़े हो. പാവ് എന്ന് പറഞ്ഞാൽ പേർ, കാല്. സ്വന്തം കാലിൽ നിൽക്കണം. എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? നമ്മൾ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആകണം. സ്വന്തമായിട്ട് ശരിയായ തീരുമാനമെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. നമ്മളത് പഠിച്ചെടുക്കണം. നമ്മൾ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആകണം. भावार्थ നോക്കാം. कवि आगे आशीर्वाद देते हुए कहते हैं कि जीवन के सफ़र में तुम हमेशा हंसते, मुस्कुराते और गाते रहो. ജീവിതയാത്രയിൽ നീ എപ്പോഴും ചിരിച്ചുകൊണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട്, പാടിക്കൊണ്ട് നിൽക്കൂ. चाहे कितनी भी कठिन परिस्थितियाँ क्यों न हो, तुम्हारा मनोबल हमेशा ऊंचा रहना चाहिए. तुम्हारे भीतर ज्ञान और नई चीज़ों को सीखने की एक गहरी ललक होनी चाहिए. ലലക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാനുള്ള ആഗ്രഹം, കൂടുതൽ അറിയാനുള്ള ആഗ്രഹം. ठीक उसी तरह जैसे हर जलते हुए दिए की रोशनी यानी ज्ञान को देखकर उसे पाने को मन ललचाता है. इस लक्ष्य और ज्ञान को पाने के रास्ते में यदि तुम्हारी उंगली भी जले, यानी तुम्हें चुनौतियों और कष्टों का सामना भी करना पड़े, तो तुम उनसे बिल्कुल मत घबराना. इन सभी संघर्षों से गुजरते हुए मेरी यही कामना है कि तुम आत्मनिर्भर बनो और अपनी मेहनत से अपने पाँवों पर खड़े हो सको. जाओ, तुम्हारे സ്വപ്ന हमेशा बड़े हो. നമുക്ക് മീനിങ്സ് നോക്കാം. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഡ്രീം. പൃഥ്വി, ധർത്തി, ഭൂമി. അപ്രാപ്യ, ജോ പ്രാപ്ത് നാ ഹോ, നേടാൻ കഴിയാത്ത. മച്ചൽന, ഹട്ട് കർണ, വാശി പിടിക്കുക. ദിയെ എന്ന് പറഞ്ഞാൽ ദീപക്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ജ്ഞാൻ ക പ്രകാശം, അറിവിൻ്റെ പ്രകാശം. റോഷ്നി, പ്രകാശം. പാവ്, പേർ, കാല്. ഉംഗലി ജലായ എന്നുദ്ദേശിക്കുന്നത് കഷ്ടസഹന, അതായത് കഷ്ടപ്പാടുകൾ സഹിക്കുക. ചുനൗത്തിയോം കാ ടെട്ടുകർ സാമന കർണ, വെല്ലുവിളികളെ നേരിടുക. പാവം പർ ഖഡേ ഹോന എന്ന് പറഞ്ഞാൽ ആത്മനിർഭർ ബന്ന, സ്വന്തം കാലിൽ നിൽക്കുക എന്നുദ്ദേശിക്കുന്നത് സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവുക. നമ്മൾ നല്ലൊരു പൊസിഷനിലെത്തി നമ്മൾ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവുക. ഈ കവിതയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ജീവിതത്തിൽ എപ്പോഴും നമ്മൾ വലിയ വലിയ ലക്ഷ്യങ്ങളായിരിക്കണം മുന്നിൽ കാണേണ്ടത്.
ഭാവനകളിൽ അല്ലെങ്കിൽ സ്വപ്നങ്ങളിൽ മാത്രം ജീവിക്കാതെ യഥാർത്ഥ ജീവിതത്തെ നേരിടണം. ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട്, ഉന്നത ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. വിജയം നേടാനുള്ള വഴിയിൽ വരുന്ന വെല്ലുവിളികളെ, കഷ്ടപ്പാടുകളെ അത് കണ്ടിട്ട് നമ്മൾ ഭയപ്പെടരുത്. അവയെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകണം. തോൽവി സംഭവിച്ചാലും മുന്നോട്ട് പോകണം. ഒരു വ്യക്തിയുടെ ലക്ഷ്യം എന്നത് സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവുക എന്നതാവണം. അതായത് സ്വയം പര്യാപ്തമാവുക. സെൽഫ് സഫിഷ്യൻസി നമ്മൾ നേടിയെടുക്കണം. ഇനി നമുക്ക് കവിയെ പരിചയപ്പെടാം. ദുഷ്യന്ത് കുമാർ ഹിന്ദി के लोकप्रिय रचनाकारों में से एक है. ദുഷ്യന്ത് കുമാർ ഹിന്ദിയിലെ പ്രശസ്തരായ എഴുത്തുകാരിൽ ഒരാളായിരുന്നു. ഇൻക ജന്മ ബിജനൗർ മേ ഹുവാ താ. ഉത്തർപ്രദേശിലെ ബിജനൗറിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. बहुत कम समय में ही इन्होंने हिंदी साहित्य को विविधतापूर्ण रचनाओं एवं जीवंत भाषा से समृद्ध किया. बहुत कम समय में, വളരെ കുറഞ്ഞ സമയത്ത് തന്നെ, കുറഞ്ഞ കാലയളവിൽ തന്നെ അദ്ദേഹം ഹിന്ദി സാഹിത്യത്തെ വിവിധതാപൂർണ്ണ രചനാവും, അതായത് വൈവിധ്യമാർന്ന സൃഷ്ടികളാലും, ഏവം ജീവന്ത ഭാഷാസ്, അതായത് സജീവമായ ഭാഷയിലും സമൃദ്ധമാക്കി. സായമേ ധൂപ് ഇൻക സർവാധിക് ചർച്ചിത് ഗസൽ സംഗ്രഹ. സായമേ ധൂപ് എന്നത് അദ്ദേഹത്തിൻ്റെ സർവാധിക് ചർച്ചിത്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഗസൽ സംഗ്രഹമാണ്. ഗസൽ എന്ന് പറഞ്ഞാൽ ഒരു കാവ്യരൂപമാണ്, ഒരു സംഗീത ശാഖയാണ്. ഇൻക സമ്പൂർണ്ണ രചനാ സംസാർ ദുഷ്യന്ത് കുമാർ രചനാവലി 4 ഖണ്ഡോ മേ പ്രകാശിത് ഹെ. അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ രചനാ സംസാർ, അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ സൃഷ്ടികൾ, സമ്പൂർണ്ണ രചനകൾ ദുഷ്യന്ത് കുമാർ രചനാവലി 4 ഖണ്ഡോ മേ, ദുഷ്യന്ത് കുമാർ രചനാവലി 4 ഖണ്ഡോ മേ, അതായത് 4 ഭാഗങ്ങളിലായിട്ട്, 4 വാല്യങ്ങളിലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ജനിച്ചത് 1933 നിര്യാതനായത് 1975. If you like this video, don't forget to like, share and subscribe.